റെജി ലൂക്കോസ്, ഇവിടെ അവിടെ പട്ടം മുതൽ പ്ലാമൂട് വരെ ഇപ്പോൾ തിരുവനന്തപുരം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു നഗരമാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരത്തിൽ പട്ടം മുതൽ പ്ലാമൂട് വരെയുള്ള ഏറ്റവും തന്ത്രപ്രധാന മേഖലയിൽ AI ക്യാമറകളുണ്ട്, പോലീസിൻ്റെ സർവൈലൻസ് ക്യാമറകളുണ്ട്. ഈ ക്യാമറകളിൽ നിന്നും ആര്യ രാജേന്ദ്രൻ പറയുന്ന ആരോപണം സുഖമായി തെളിവുകൾ ശേഖരിക്കാവുന്നതേ ഉള്ളൂ. അതെവിടെയെന്ന ചോദ്യം, മെമ്മറി കാർഡ് എവിടെയെന്ന ചോദ്യം. ഇപ്പോൾ തിരുവനന്തപുരത്തെ KSRTC ഡിപ്പോ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്പോ ആണ്. ആ ഡിപ്പോയിൽ വണ്ടി കൊണ്ടിട്ടിട്ട് മെമ്മറി കാർഡ് ഓരോ സുഖമായി ഊരിയെടുത്തുകൊണ്ട് പോയി എങ്ങനെയാണ് അതിൽ പോലീസ് പരാജയമല്ലേ എന്ന് ചോദിച്ചാൽ അതെങ്ങനെയാണ് സാർ താങ്കൾക്കൊക്കെ ഇതുവരെ ന്യായീകരിക്കലാവുന്നത്? ഒറ്റ മറുപടി 6 മാസം മുമ്പ് കൃത്യം, അത് ആശ്മിക്കുക, കൃത്യം 6 മാസം മുമ്പ് ഒരു പെൺകുട്ടി 2 വീലറെ പോകുമ്പോൾ ആ പെൺകുട്ടിയെ പുറകിൽ നിന്ന് മാരകമായ രീതിയിൽ അവരെ ആക്ഷേപിക്കുകയും അപകടകരമായി ഡ്രൈവ് ചെയ്ത ഒരു KSRTC ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് ആ വാഹനം നിർത്തിച്ചു. ആ പെൺകുട്ടി ഒടുവിൽ ആ ഡ്രൈവർക്ക് ക്ഷമ പറയേണ്ട വന്നു. കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും, വലതുപക്ഷ ഇടതുപക്ഷ പിന്താങ്ങികൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ആ പെൺകുട്ടി സ്പോട്ടിൽ അയാളോട് പ്രതികരിച്ചു, മാപ്പ് പറയിപ്പിച്ചെന്നും വളരെ ഓൾ എഡീഷനിൽ ചാനലുകൾ ഉൾപ്പെടെ വാർത്ത പ്രസിദ്ധീകരിച്ചു. ഇതേ ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ വന്നപ്പോൾ നിങ്ങൾ പറയുന്നു KSRTC ബസ് സ്റ്റാൻഡ് വരെ എന്തുകൊണ്ട് അവർ ക്ഷമിച്ചില്ല എന്ന് പറഞ്ഞു. ആര്യ രാജേന്ദ്രൻ കേരളത്തിലെ പെൺകുട്ടികൾക്ക് ഒരു ആർജവമുള്ള ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു നടപടിയാണ് അതിലൂടെ അവർ കാഴ്ചവെച്ചിരിക്കുന്നത്. എനിക്ക് ഒരു 10 സെക്കൻഡ് കൊണ്ട് ഞാൻ നിർത്താം. എനിക്ക് ഈ റോഷനി എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട സഹോദരിയോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും പരാതി കൊടുക്കണം. നിങ്ങളോടൊപ്പമാണ് കേരള സമൂഹം. നിങ്ങളെ ആക്ഷേപിച്ച് കുറേ ആളുകൾ രംഗത്തിറങ്ങി അശ്ലീല പദപ്രയോഗങ്ങളും മോശമായ രീതിയിലുള്ള വാക്കുകളും പ്രയോഗിച്ചത് ഇവിടുത്തെ ചില മാധ്യമങ്ങൾ ഇയാളെ ഹീറോ ആക്കിക്കൊണ്ട് മാത്രമാണ്. അതാണ് ഈ കേരള സമൂഹം ഏറ്റവും നേരിടുന്ന അപജയം എന്ന് പറയുന്നത്. ഞങ്ങളൊക്കെ ജനങ്ങളോടൊപ്പം ജീവിക്കുക, അവരുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നവരാ. കേരളത്തിലെ പൊതുസമൂഹം ആദ്യം തെറ്റിദ്ധരിച്ചു, പക്ഷേ ഇപ്പൊ കാര്യങ്ങളൊക്കെ റോഷയ്ക്കെതിരെ സൈബർ ലിഞ്ചിങ് വരുന്നുവെങ്കിൽ അത് ഇയാളെ ഏതോ മാധ്യമങ്ങൾ താങ്കൾ പറഞ്ഞ ഹീറോ ആക്കിക്കൊണ്ടൊന്നും അല്ലാന്നേ. സൈബർ ലിഞ്ചിങ് കേരളത്തിലെ യാഥാർത്ഥ്യമാണ്. അതിനെതിരെ നടപടിയെടുക്കാൻ കഴിയാത്ത അശക്തരായ രാഷ്ട്രീയ നേതൃത്വങ്ങൾ മോളിരിക്കുന്നുണ്ടാണ്. എന്റെ സഹോദരിയെ അങ്ങനെയാണ് തോന്നുന്നത്. ഇല്ലാന്നേ. ഇപ്പൊ സൈബർ ലിഞ്ചിങ്, ഇപ്പൊ താങ്കൾ പറഞ്ഞ സൈബർ ലിഞ്ചിങ് ആണ് കാരണമെങ്കിൽ സൈബർ ലിഞ്ചിങ്ങിന് ഇരയാവുന്ന ആദ്യത്തെ ആൾ റോഷനല്ല, സൈബർ ലിഞ്ചിന് ആദ്യത്തെ ആൾ ശൈലജ ടീച്ചർ അല്ല, ആര്യയല്ല. അതിനു മുമ്പ് ഒരുപാട് ഉണ്ടായി. അതിന് നടപടിയെടുക്കാൻ കെൽപ്പില്ലാത്ത നട്ടലില്ലാത്ത രാഷ്ട്രീയ നേതൃത്വം ഇരിക്കുമ്പോൾ ഈ സൈബർ ഹൂളിഗൻ സംഘം അഴിഞ്ഞാടും. അവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത അഴിച്ചുവിടുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം തലപ്പത്തിരിക്കുമ്പോൾ ഈ സൈബർ ഹൂളിഗൻ സംഘം കേരളത്തിന്റെ തെരുവുകളിൽ വേണേ അഴിഞ്ഞാടും. ഇനി ആഷ്മി ഇപ്പോൾ പറഞ്ഞതുപോലും ഇത്തരക്കാർക്കുള്ള ഒരു ലൈസൻസ് ആണ്. നിങ്ങൾ ആലോചിക്കണം, ഒരു സ്ത്രീയോട് കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ, അവരുടെ വ്യക്തിത്വത്തിനോട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ വ്യക്തിഗതിയാണ്. അപ്പോൾ നിങ്ങൾ അതിനെ പെരിഫറൽ ആയിട്ട് വെള്ളപൂശരുത് ഒരു കാരണവശാലും. പെരിഫറലായി വെള്ളപൂശിയതല്ല, ഈ രാഷ്ട്രീയക്കാരെ പ്രതിരോധിക്കാൻ ഇറങ്ങുന്നു എന്നുള്ളതാണല്ലോ ഈ സൈബർ ഹൂളിഗൻ സംഘങ്ങളുടെ വെപ്പ്. ഇതുപോലെ അനുഭവിച്ചത് സാറി, രാഷ്ട്രീയക്കാരെ പ്രതിരോധിക്കാൻ ഇറങ്ങുന്നു എന്നുള്ളതാണല്ലോ ഈ സൈബർ ഹൂളിഗൻ സംഘങ്ങളുടെ വെപ്പ്. അതിന് വാമൂടിക്കൊണ്ട് രാഷ്ട്രീയ നേതൃത്വം മിണ്ടാതിരുന്നാൽ അവർക്കുള്ള പ്രോത്സാഹനമാണ്. അവർ ഇനിയും ഇറങ്ങി പൂണ്ട് വിളയാടും. ഒരു തർക്കമുണ്ടോ ആ കാര്യത്തിൽ? അതിൽ റോഷയെന്നുണ്ടോ, മറ്റൊരു സ്ത്രീ എന്നുണ്ടോ, മറ്റൊരു സ്ത്രീ എന്നുണ്ടോ? ഇവിടുത്തെ മുഖ്യ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അത് പറഞ്ഞു മനസ്സിലായി. കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി ഒരു MLA ഇയാൾക്ക് വേണ്ടിയിട്ട് പത്രസമ്മേളനം നടത്തി. അയാളെ ഇനി അടുത്ത പ്രാവശ്യം അവിടുത്തെ ആരെങ്കിലും മനസാക്ഷിയും പെണ്ണുങ്ങളോട്, സ്ത്രീകളോട് എന്തെങ്കിലും ആദരവുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ആ MLAക്ക് വോട്ട് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? കാരണം ഇത് പൊതുജനം കണ്ടോണ്ടിരിക്കുക. ആർക്ക് വേണ്ടിയിട്ടാണ് ആ മനുഷ്യൻ, ജനപ്രതിനിധിയായ ബഹുമാനപ്പെട്ട MLA പത്രസമ്മേളനം നടത്തിയത്? നിങ്ങളൊക്കെ ലൈവ് കൊടുത്തില്ലേ പത്രസമ്മേളനം നടത്തിയത്? ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള, സ്ത്രീകളെ ഉപദ്രവിച്ചതിന്റെ പേരിൽ FIR ഉള്ള, സ്ഥിരമായ രീതിയിലുള്ള ഇത്തരം ബാഗിലുണ്ടുള്ള എന്തുകൊണ്ടാണ് യദു ഇപ്പോഴും KSRTC തുടരുന്നത്? എന്തുകൊണ്ടാണ് ഇപ്പൊ റോഷനയ്ക്ക് സമാന അനുഭവമുള്ള, നമ്മൾ കേൾക്കാത്ത ഒരുപാട് അനുഭവങ്ങൾ വേണമെങ്കിൽ ബാക്കി ഉണ്ടാവുന്ന, പഴയ ഈ ലൈംഗികാധിക്ഷേപത്തിന്റെ FIR നക്ഷത്രം പോലെ നിൽക്കുന്ന മേയർ ആര്യ രാജേന്ദ്രനെതിരെ ലൈംഗികാധിക്ഷേപം കാണിച്ച യദു എന്ന് പറയുന്ന ഡ്രൈവർ ഇപ്പോഴും സർവീസിൽ തുടരുന്നത് എന്തുകൊണ്ടാണ്? റജി ലൂക്കോസ്. തീർച്ചയായിട്ടും ആ ചോദ്യം എനിക്കുമുണ്ട്. കാരണം ഈ ക്രിമിനലിന്റെ പേരിൽ ഇതുപോലെ തെളിവുണ്ടായിട്ടും ആരാധ്യയായ കേരളത്തിന്റെ തിരുവനന്തപുരത്തെ മേയറെ ആക്ഷേപിച്ചത് പരാതി കൊടുത്തിട്ടും അയാളെ അറസ്റ്റ് ചെയ്യാത്തതിൽ എനിക്ക് പ്രതിഷേധമുണ്ട്. ഞാൻ കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞതാ, നീങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.